ആസ്ട്രോ ടോക്ക് ആപ്പ്, അതിൻ്റെ ആഡ്സ്. എനിക്ക് 100% ഉറപ്പാണ്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരാഴ്ചയിൽ 10 തവണയെങ്കിലും ആസ്ട്രോ ടോക്ക് ആപ്പിൻ്റെ ആഡ് കണ്ടിട്ടുണ്ടാവും. അതും വലിയ വലിയ സെലിബ്രിറ്റീസാണ് വന്നിട്ട് ആഡിൽ സംസാരിക്കുന്നത്. മലയാളത്തിൽ അമല പോൾ ഉണ്ട്, തമിഴിൽ മറ്റേ ഭാഗ്യരാജ്, വലിയ ഡയറക്ടർ ഭാഗ്യരാജ് വന്ന് പറയുന്നു. അപ്പം ഇത്രയും വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ ഇവരുടെ ബിസിനസ് പോയി നോക്കി, ഇവരെന്താണ് ഇവരുടെ ബിസിനസ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് നോക്കുമ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ഇവർക്ക് കിട്ടിയ റവന്യൂ എന്ന് പറയുന്നത് 1128 കോടി രൂപയാണ്. അത് വരുമാനം. ആൻഡ് ഇവരുടെ പ്രോഫിറ്റോ 250 കോടി രൂപ. അതായത് കോടിക്കണക്കിന് ഇന്ത്യക്കാരാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആ ആഡ്സ് ഒന്നും വെറുതെ ആയില്ല, പല ആൾക്കാരിലേക്കും ആ ആഡ്സ് എത്തുന്നുണ്ട്, ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ആഡ് തട്ടിപ്പാണെന്നോ ആസ്ട്രോളജി തട്ടിപ്പാണെന്നോ ഇതൊന്നുമല്ല. ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനുഷ്യൻ്റെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ട് ഇത്തരം ആപ്സിലേക്ക് നമ്മൾ പോകുന്നു, പ്രശ്നം എവിടെയാണ്? ആപ്പിനാണോ പ്രശ്നം? ഇതിൻ്റെ അകത്താണ്. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കുറച്ച് ബോധമുള്ള ആൾക്കാർ ഈ ഒരു ആപ്പിൻ്റെ പരസ്യം കാണുമ്പോൾ, എനിക്ക് ഈ ഒരു ആപ്പിൻ്റെ ആഡ്സ് വരുമ്പോൾ എനിക്കുള്ളിലുണ്ടായൊരു ഇൻഡ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ട്രോ ടോക്ക് ആപ്പ് തട്ടിപ്പിതൊന്നുമല്ല, ആസ്ട്രോ തട്ടിപ്പൊന്നുമല്ല. ഇത്രയെല്ലാം കോടി രൂപ വാങ്ങിയിട്ട് പരസ്യം ചെയ്യുന്ന ഈ സെലിബ്രിറ്റീസ് ഇല്ലേ, ഇവർക്ക് കുറച്ച് നാച്ചുറലായിട്ട് ആക്ട് ചെയ്തോളൂ. ഇത് പരസ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവരിത് യൂസ് ഒന്നും ചെയ്യുന്നില്ല, ഇത് പൈസ വാങ്ങിയിട്ട് ചെയ്യുന്നതാണെന്ന് കുറച്ച് ബോധമുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ എന്തുകൊണ്ട് പലരും ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നു, നമുക്കത് നോക്കാം. നമുക്ക് ആദ്യം ഈ കമ്പനി എങ്ങനെ ബിൽഡ് ആയതെന്ന് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ട്? ഇതിൻ്റെ ഫൗണ്ടേഴ്സ് 2 ആൾക്കാരാണ്. ഒന്ന് അൻമോൾ ജെയിൻ, മറ്റൊന്ന് പുനീത് ഗുപ്ത. അപ്പോൾ ഇവർ 2 പേരും കൂടി ഈ ആസ്ട്രോ ടോക്ക് എന്നൊരു സംരംഭം നോയിഡയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടർ പുനീത് ഗുപ്ത പറഞ്ഞത് പുള്ളിൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് പുള്ളിക്ക് മനസ്സിലായി ആസ്ട്രോളജിയിൽ സത്യമുണ്ട്, പക്ഷേ ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന പല ആസ്ട്രോളജേഴ്സും ഫ്രോഡാണ്. റിയൽ ആയിട്ടുള്ള ആസ്ട്രോളജേഴ്സിന് ഒരു മാർക്കറ്റ് പ്ലേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ റിയൽ ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ആസ്ട്രോളജേഴ്സ് ഇതിൽ ലഭിക്കും. അവർക്ക് ക്ലയൻസ് ഈ ഒരു ആപ്പ് വഴി ക്ലയൻസിനെ കിട്ടും. അങ്ങനെ ഒരു മാർക്കറ്റ് പ്ലേസ് ആസ്ട്രോളജേഴ്സിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തു. പുള്ളി ശരിയോ തെറ്റോ അതൊക്കെ വേറെ കാര്യം. ഈ ആപ്പിൻ്റെ എക്സിക്യൂഷൻ വളരെ ബ്രില്യൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവരെങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആസ്ട്രോളജറിനോട് സംസാരിക്കണമെങ്കിൽ ക്ലയൻറ്റ് പൈസ കൊടുക്കണം. അപ്പോൾ 1 മിനിറ്റിന് ഇത്ര രൂപ എന്നുള്ള രീതിയിലാണ് പൈസ, 15 rupees to 50 rupees വരെ പോകും. അപ്പോൾ ആ പൈസയിൽ നിന്ന് കുറച്ച് ശതമാനം ഇവരെടുക്കും, അതാണ് ഇവരുടെ റവന്യൂ. അപ്പോൾ ആ ഒരു സിംഗിൾ മോഡൽ തന്നെ 90 to 95% റവന്യൂ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് ആസ്ട്രോ മാൾ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൂടി അവർ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങാം. അപ്പോൾ ഇവരുടെ ഈ ഒരു ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭയങ്കര എന്താ പറയുക, ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു അസൂയപ്പെടുത്തുന്ന ഗ്രോത്താണ്. 2023 ഇവരുടെ റവന്യൂ 282 കോടിയായിരുന്നു. ഫിനാൻഷ്യൽ 2025 ആകുമ്പോഴത്തേക്ക് 1182 കോടി. പ്രോഫിറ്റ് 2023 ഫിനാൻഷ്യൽ ഇയറിൽ 27 കോടിയായിരുന്നു, അത് 250 കോടി. അതായത് 85% CAGR. പല സ്റ്റാർട്ടപ്സ് ഒക്കെ അസൂയപ്പെടുന്ന രീതിയിലുള്ള ഗ്രോത്താണിത്. ആൻഡ് ഇവരുടെ സ്കെയിൽ നോക്കുകയാണെങ്കിൽ 5 കോടി ആപ്പ് ഡൗൺലോഡ്സ് ഉണ്ട്, 41,000-ത്തിലധികം ആസ്ട്രോളജേഴ്സ് ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, 4 കോടി യൂസേഴ്സ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ IPO 2026-27 വരുമെന്നാണ് പറയുന്നത്. ആൻഡ് ഇവർക്ക് നല്ല ഫണ്ടിങ് ഉണ്ട്. ഇവർക്ക് വലിയ വലിയ വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് ഇവരെ ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവരുടെ വാല്യൂഷൻ $300 million ആണ്. അവർ നെക്സ്റ്റ് റൗണ്ടിൽ ടാർഗറ്റ് ചെയ്യുന്നത് $1.3 to $1.5 billion ആണ്. ഫിനാൻഷ്യൽ 24 80% റവന്യൂ, അതായത് 529 കോടി രൂപ ഇന്ത്യയിൽ നിന്നാണ് വന്നത്. 18% ഓവർസീസ് നിന്ന് വന്നത്. അപ്പോൾ ഇത് ഡീപ്ലി ഇന്ത്യൻ ഫിനോമിനയാണ്. 18% പുറത്തുനിന്ന് വരുന്നത് ഇന്ത്യക്കാർ തന്നെ ആയിരിക്കും. ഇനി എങ്ങനെയാണ് ഇത്രയും കോടി ആൾക്കാർ ഈ ഒരു ആപ്പിൽ ആകർഷിക്കപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. ഇവരുടെ ഫസ്റ്റ് 3 എന്ന് പറയുന്നത് ഫ്രീ ബെയ്റ്റ്, അതായത് ഫസ്റ്റ് 5 minutes ഫ്രീ ആണ്. ആ ഫസ്റ്റ് 5 minutes നമുക്ക് ആസ്ട്രോളജിയോട് സംസാരിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 5 minute നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റിയും ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടാവില്ല, ഇത് എന്താവും 5 minute നമുക്കൊരു മറുപടി അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങളൊന്നും കിട്ടൂല. അപ്പോൾ ഡെഫിനറ്റ്ലി 5 minute കഴിഞ്ഞാൽ നിങ്ങളത് ഫർദർ യൂസ് ചെയ്യും. പിന്നെ പെർ മിനിറ്റ് ഇത്ര രൂപയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ 1 minute പുള്ളി അപ്പം തന്നെ റിപ്ലൈ തരണമെന്നില്ല. 1 minute പുള്ളിക്ക് അപ്പുറത്ത് ടൈപ്പ് ചെയ്യണ്ടേ, ടൈപ്പൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും 1 minute തീരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഒരു 10-20 രൂപ പെർ മിനിറ്റ് ആണെങ്കിൽ 10 minute സംസാരിച്ച 200 രൂപ പോയി. അപ്പോൾ ഇത്രയും കോടി ആൾക്കാരിലേക്ക് അത് എത്തി, ഈ ആപ്പ് എത്തിയിട്ട് അവർ ഒരു തവണ യൂസ് ചെയ്താൽ പോലും കോടികളാണ് വരുമാനം. ഇനി ഇവരുടെ രണ്ടാമത്തെ ഒരു മൂവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി ആയിരുന്നു. അതായത് പലർക്കും ഇപ്പോൾ ആസ്ട്രോളജേഴ്സിനെ കാണുന്നത് ഒരു ടാബു ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വീഡിയോ കോൾസ് ഇല്ല, മറിച്ച് ഓഡിയോ കോൾസും ചാറ്റും ആണ്. അപ്പുറത്തിരിക്കുന്ന ആളുടെ മുഖം കാണണ്ട, അല്ലെങ്കിൽ നമ്മളുടെ മുഖം കാണിക്കണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ യൂസേഴ്സിനെ കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചു. ഇനി മൂവ് നമ്പർ 3, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, സെലിബ്രിറ്റീസിനെ കൊണ്ട് ആഡ് ചെയ്യിപ്പിക്കുന്നു. വലിയ വലിയ സെലിബ്രിറ്റീസ് വന്നിട്ട് നമ്മളോട് ആസ്ട്രോ ടോക്ക് ആപ്പിൻ്റെ ഗുണങ്ങൾ പറയുമ്പോൾ
യൂഷ്വലി എന്താ സംഭവിക്കുക, യൂഷ്വലി എന്തുകൊണ്ടാണ് പരസ്യങ്ങൾ സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുന്നത്? കാരണം ഇത്രയും വലിയ പ്രശസ്തനായിട്ടുള്ള ഒരാൾ വന്ന് നമ്മളോട് പലതും ഒരു പ്രൊഡക്ട്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾക്ക് അതോറിറ്റി ബയസ് സംഭവിക്കും. അതായത് അയാളത് ഓതറൈസ് ചെയ്യാണ്, ഇത്രയും വലിയ ആൾ വന്നിട്ട് അത് ഓതറൈസ് ചെയ്യണം, അപ്പം അത് ക്രെഡിബിൾ ആണ്, അത് വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമ്മളുടെ ബ്രെയിൻ പറയും. ഒരു ബയസ് നമുക്ക് സംഭവിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്താണ്? ഈ ഒരൊറ്റ കാര്യമാണ്. ഇത് മറക്കരുത്. നിങ്ങൾ എന്നും സെലിബ്രിറ്റീസിനെ ഏതൊരു ആഡിലും ഒരു സെലിബ്രിറ്റീൻ്റെ മുഖം കാണുമ്പം ഇത് മനസ്സിലോർക്കണം. ദേ ആർ പെയ്ഡ് ടു ഡൂ ദാറ്റ് അഡ്വർടൈസ്മെൻറ്റ്. അവർ പണം വാങ്ങിയിട്ടാണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്. അവർ ഈ ആസ്ട്രോടോക്ക് ആപ്പിൽ വിശ്വസിക്കുന്നുണ്ടോ, ഇത് യൂസ് ചെയ്യുന്നുണ്ടോ, ഇതൊന്നും ഈ ആഡ് കോൺട്രാക്റ്റിൽ വരില്ല. അതൊന്നും അവിടെ വിഷയമില്ല. അവർ പണം വാങ്ങുന്നു, പരസ്യം ചെയ്യുന്നു. ഇത് നിങ്ങൾ ആരും നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്ന സമയത്ത് ഇത് ഓർത്തോ. ഇൻഫ്ലുവൻസേഴ്സ് ആയാലും സെലിബ്രിറ്റീസ് ആയാലും. കാരണം അവരുടെ പേഴ്സണൽ ബിലീഫ്സ് എല്ലാം ഇറലവൻ്റ് ആണ്. പണം മാത്രമാണ് ഇവിടെ വരുന്ന ഒരു കാര്യം. എത്ര പണം ചെയ്താൽ ഞാൻ ഇങ്ങനെ സംസാരിക്കും, ഇത്ര പണം ചെയ്താൽ ഇങ്ങനെ സംസാരിക്കും, ഇതൊക്കെയാണ് അവരുടെ കരാർ. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ശരിക്കും മാർക്കറ്റിലെ ആൾക്കാരുടെ നീഡ് മനസ്സിലാക്കി പ്രവർത്തിച്ചു എന്നതാണ് കാര്യം. അതായത് അവരുടെ റവന്യൂൻ്റെ 25% മെറ്റ ആഡ്സ്, ഗൂഗിൾ ആഡ്സിനൊക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി വിസിബിൾ, റൈറ്റ്? വി ആർ സീയിങ് ദർ ആഡ്സ്. അപ്പം ഈ ആഡ്സ് ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? കുട്ടികളെ, യങ് ആയിട്ടുള്ള ആൾക്കാരെ, കല്യാണം കഴിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ജോലിക്ക് അൺസർട്ടനിറ്റി ഉള്ള ആൾക്കാർ, കോളേജ് എക്സാംസ് ഒക്കെ പേടിയുള്ള ആൾക്കാർ, അതുപോലെ ഇങ്ങനെ ടീനേജേഴ്സ്, എൻ്റെ കാമുകൻ തിരിച്ചു വരുമോ, എൻ്റെ കാമുകി എന്നെ ഇട്ടിട്ട് പോവോ. അപ്പോൾ ഇതുപോലെ ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരു ജനറേഷനെയാണ് ഇവർ ഫോക്കസ് ചെയ്തത്. ആൻഡ് വി ഓൾ നോ ദർ ഇസ് വൺ മോർ ഫാക്ടർ, കല്യാണം. ഇവിടെ 60% റവന്യൂ വരുന്നത് ഈ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലയൻസിൽ നിന്നാണ്. നമുക്കറിയാം ഇന്ത്യയിൽ അറേഞ്ച്ഡ് മാരേജ് ആണ്. ഇന്ത്യയിലെ ആസ്ട്രോളജി നോക്കും കല്യാണം കഴിക്കുന്ന സമയത്ത് അത് വലിയൊരു മാർക്കറ്റാണ്. അതുകൊണ്ട് ഇപ്പം എന്താ ജോത്സ്യൻ്റെ അടുത്തൊന്നും പോയി കഷ്ടപ്പെടേണ്ട. ഇതിൽ ആപ്പ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ജോത്സ്യന്മാരുടെ ലിസ്റ്റ് കാണും, റേറ്റിങ്സ് കാണും, പൈസൻ്റെ എത്ര പൈസ എന്ന് കാണാൻ പറ്റും. അതിനനുസരിച്ച് അവർക്ക് സെലക്ട് ചെയ്യാം, ജോത്സ്യനെ വിളിക്കാം, ഹൊറോസ്കോപ്പ് മാച്ചൊക്കെ പോയി ചോദിക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ ടു യൂസ്. സോ ഇറ്റ് പെർഫെക്റ്റ്ലി വർക്ക്. ഈ ഒരു കാര്യമൊക്കെ ഇവർ മോണിറ്റൈസ് ചെയ്തു, ഇവർ കോടികൾ ഉണ്ടാക്കി. ഈ ആപ്പ് അല്ല ശരിക്കും പ്രശ്നം, ഇന്ത്യക്കാരുടെ മനസ്സിലാണ് പ്രശ്നം. അവർ ആ മനസ്സിലാക്കിയിട്ട് ഒരു പ്രൊഡക്റ്റ് തന്നു. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് എന്താ? നമ്മളുടെ ഈ പ്രശ്നങ്ങൾ മാറ്റാൻ 5 മിനിറ്റിലും 10 മിനിറ്റ് ഒരു ജോത്സ്യം വിചാരിച്ചാൽ സാധിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതല്ല സത്യം. പിന്നെ പലരും ലോൺലിനെസ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ലോൺലിനെസ് എപ്പിഡമിക് കൺട്രിയാണ്. ഇന്ത്യ ലോകത്ത് 3ാമത്തെ റാങ്കാണ് ലോൺലിനെസ്സിൽ റിപ്പോർട്ട്സ് പറയുന്നത്. WHO ഈ ലോൺലിനെസ്സിനെ പബ്ലിക് മെൻ്റൽ ഹെൽത്ത് എപ്പിഡമിക് ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പല സർവേ റിപ്പോർട്ട്സും തരുന്നത് 43% അർബൻ ഇന്ത്യൻസ് ലോൺലിനെസ് ഫീൽ ചെയ്യുന്നു എന്നാണ്. ഇന്ത്യയിൽ ഇത് എന്തുകൊണ്ടാണ് കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമുക്കൊരു ട്രഡീഷണൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു. ആൻഡ് നമ്മളെ ബ്രെയിനൊക്കെ അതിനനുസരിച്ചല്ലേ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നമ്മൾ പഴയ മനുഷ്യൻ്റെ ബ്രെയിൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമ്മളൊരു പുതിയ ലോകത്ത് എത്തുന്നതാണ്. അപ്പോൾ അന്നേരം കൂടുതൽ കണക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ന്യൂക്ലിയർ ഫാമിലി ആയി. നമ്മൾ സിറ്റിയിൽ പോയി ആരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്ന പോലും ഇല്ല. ചുറ്റും 100 ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾക്ക് ആരും ഇല്ല എന്നുള്ളൊരു ഫീലാണ്. പിന്നെ ഓൾവേസ് വി ആർ കണക്റ്റഡ് ടു ഫോൺ. സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാരെ കാണുന്നു. പക്ഷെ അത് അവിടുത്തെ ആൾക്കാരായിട്ട് നമ്മൾ ശരിക്കും കണക്റ്റഡ്. നമ്മൾ കണക്റ്റഡ് ടു ഫോണാണ്. അപ്പുറത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഇരുന്ന് സംസാരിക്കുകയാണ്. പക്ഷെ അയാളോട് നമ്മൾ കണക്റ്റഡ് അല്ല. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അയാൾ നമ്മൾക്ക് വേണ്ട സമയത്തൊന്നും നമ്മുടെ അടുത്തേക്ക് വരൂല. നമ്മൾ ഈ ഫോണുമായിട്ടാണ് കണക്റ്റഡ്. അപ്പോൾ നമുക്ക് ഈ കണക്ഷൻ ഇല്ലാത്ത സമയത്ത് ഈ സോഷ്യൽ മീഡിയ കണക്ഷനോ ഇല്യൂഷനും കൂടി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ഐസൊലേറ്റഡ് ആവുന്നു. അപ്പോൾ നമ്മൾ ഈ ആസ്ട്രോടോക്ക് ആപ്പിൽ പോയിട്ട് ഒരു വാലിഡേഷനൊക്കെ പോകുന്നു. പിന്നെ നമ്മൾ ലൈഫ് ഇങ്ങനെ ഡിപ്രസ് ചെയ്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് പറയുകയാണ്, ഇല്ല ഇതിപ്പോൾ ഇതിൻ്റെ പ്രശ്നമാണ്, ഇത് കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും, ഈ ഒരു സമയം കൂടി കഴിഞ്ഞാൽ നിനക്ക് നല്ല കാലം വരാനുണ്ട്. അപ്പോൾ നമുക്കൊരു ഹോപ്പ് ഉണ്ടാവും അല്ലേ? എല്ലാ മനുഷ്യരും ജീവിക്കുന്ന ആ ഹോപ്പിലാണ്. അപ്പോൾ ആ ഒരു ഹോപ്പ് ആസ്ട്രോടോക്ക് ആപ്പ് തരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി വൈ കാൻ വി യൂസ് ഇറ്റ്? തകർന്നിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഹോപ്പ് തരാൻ പറ്റിയാൽ ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. പീപ്പിൾ സ്റ്റാർട്ടഡ് യൂസിങ് ഇറ്റ്. അപ്പം ഈ ഒരു ആൾക്കാരിലുള്ള ഒരു വേക്കും ആസ്ട്രോടോക്ക് ആപ്പും നല്ല രീതിയിൽ യൂസ് ചെയ്തു. അതിൽ അപ്പുറത്തിരിക്കുന്ന ആൾ നമുക്ക് അറ്റൻഷൻ തരുന്നു അല്ലേ? നമ്മൾ കേട്ടിരിക്കുന്നു, നമ്മളെ പ്രശ്നങ്ങൾ കേൾക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല, ഒരു അസ്ട്രോളജർ അല്ല നമ്മുടെ പ്രശ്നം. ഇപ്പോൾ ഒരു ടീനേജർ പോയിട്ട് ആസ്ട്രോടോക്കിനോട് പോയി പറയാണ്, എനിക്ക് പ്രേമിക്കാൻ ആരെയും കിട്ടുന്നില്ല. അപ്പോൾ ആസ്ട്രോളജർ പറയാണ്, ശനീൻ്റെ അപഹാരമുണ്ട്, രാഹു അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു.
പക്ഷെ ശരിക്കും ചേഞ്ചസ് വരേണ്ടത് എവിടെയാണ്? ആ പറയുന്ന ആളുടെ ഉള്ളിലല്ലേ. അത് കുറച്ച് ബോധമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, ആസ്ട്രോളജേഴ്സ് ഒന്നും കൗൺസിലേഴ്സോ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസോ ഒന്നും അല്ല. അപ്പോൾ ഈ ആങ്സൈറ്റി ഒക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്ലാനറ്ററി റീഡിങ്ങിനെ കൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് വേണ്ടത് ചിലപ്പോൾ റിയൽ കണക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് ആയിരിക്കും, അതോ അല്ലെങ്കിൽ നമ്മളെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരാൾ. അപ്പം അതൊന്നും ഇല്ലാത്തത് ആസ്ട്രോടോക്ക് ആപ്പ് യൂസ് ചെയ്യാണ്. ഓരോ മിനിറ്റിനും അവർ മോണിറ്റൈസ് ചെയ്ത് അവർ പൈസ ഉണ്ടാക്കുന്നു. പിന്നെ നമ്മളിങ്ങനെ വല്ലാത്ത പ്രശ്നത്തിലൂടെ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഈ ജോത്സ്യനെ പോയി കാണുമ്പോൾ ജോത്സ്യൻ പറയാണ് ഈ ഒരു ഇത് ശരിയില്ല, ഈ പ്ലാനറ്റിന്റെ പൊസിഷൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളുടെ ഒരു ലൈഫിന്റെ കൺട്രോൾ പുറത്ത് ഒരാൾക്ക് കൊടുക്കുകയാണ്. ജോത്സ്യനെന്നല്ല പറഞ്ഞത്, ശനിക്ക് കൊടുക്കുകയാണ്. ശനി ശരിയില്ലാത്തതുകൊണ്ടാണ് എൻ്റെ ലൈഫ് നേരെ പോവാത്തത്. പക്ഷെ നമ്മൾ ശരിക്കും ചോദിക്കേണ്ടത് ശനി എന്ത് ചെയ്യുന്നു എന്നല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ്. നമ്മൾ ഇതിനെ മറികടക്കാൻ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഇങ്ങനെ ലൈഫ് ഇങ്ങനെ മടുത്തൊക്കെ സമയത്തില്ല, ചില ആൾക്കാർ പറയില്ലേ എന്തോ പ്രശ്നം ഇടിച്ചാൽ അതാണ് ഒന്നും നടക്കുന്നില്ല, ശരിയാവുന്നില്ല, അല്ലെങ്കിൽ ആരോ എന്തോ ചെയ്തിട്ടുണ്ടോ എന്ന്, അതാണ് ഒന്നും ശരിയാവാത്ത, എന്ത് ചെയ്താലും ശരിയാവുന്നില്ല, അതാരോ എന്തോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ജാതകവശാൽ എനിക്കിപ്പോൾ മോശം സമയമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കും. പക്ഷെ ശരിക്കും നമ്മളാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പിന്നെ 2 കൂട്ടം ആൾക്കാരുണ്ട്. ഒന്ന് ആസ്ട്രോളജിയിൽ വിശ്വസിക്കാത്ത ആൾക്കാർ, ഒന്ന് വിശ്വസിക്കുന്നവർ. അപ്പോൾ ആസ്ട്രോളജിയിൽ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് ഇത് വളരെ ഈസിയാണ്. എന്താണ്, ഈ ആപ്പ് യൂസ് ചെയ്യേണ്ട, അവരിതിൽ വിശ്വസിക്കുന്നില്ല, അവർ സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. നോ ഡൗട്ട് ഇൻ ദാറ്റ്. കാരണം സയൻസ് ഒന്നും ആസ്ട്രോളജിയിൽ സത്യം ഉണ്ടെന്നൊന്നും പറയുന്നില്ല. ഇനി ആസ്ട്രോളജിയിൽ വിശ്വസിക്കുന്ന ചില കൂട്ടരുണ്ട്, അതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല, ഓരോരാളുടെ വിശ്വാസമാണ്. അപ്പോൾ നമ്മുടെ ആൻഷ്യൻ്റ് വിസ്റ്റം, ആൻഷ്യൻ്റ് ട്രഡീഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ ആസ്ട്രോളജി യൂസ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ആൾക്കാരൊക്കെ ആസ്ട്രോളജി യൂസ് ചെയ്തിട്ടുണ്ട്, നല്ല മുഹൂർത്തങ്ങൾ കണ്ടുപിടിക്കാൻ, അല്ലേ, സമയങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചിലർ പറയുന്നുണ്ട്, ഇപ്പം മൂണിൻ്റെ ഓരോ സൈക്കിളൊക്കെ ഓഷ്യൻ ടൈഡ്സിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബോഡി 70% ഓഫ് വാട്ടർ ആയതുകൊണ്ട് മൂണിന് നമ്മളിലൊരു എഫക്റ്റ് ഉണ്ടാവും, ഹ്യൂമൻ്റെ ബോഡിയിലൊരു എഫക്റ്റ് ഉണ്ടാവും, നമ്മുടെ മൂഡ്സിനൊക്കെ അത് എഫക്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും അറിയില്ല, ഇനി ബാക്കിയുള്ള പ്ലാനറ്റ്സ് എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതൊന്നും അറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, ഈവൻ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗിയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പ്ലാനറ്റ്സും കർമ്മയും എല്ലാം റിയൽ ആണെങ്കിലും അതിൻ്റെ മുകളിലൊരു സാധനം നമ്മൾക്കുണ്ട് എന്നാണ് യോഗീസ് പറയുന്നത്. അതായത് നമ്മുടെ കോൺഷ്യസ്നസ്. അത് ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതകം, നമ്മുടെ ജാതകത്തിന് ഒരു കൺട്രോളും ഇല്ല, നമ്മൾ വേറെ ലെവലാവും എന്നാണ് യോഗീസ് പറയുന്നത്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം, ഈ ആസ്ട്രോടോക്ക് ആപ്പിലേക്ക് വരാം. ആസ്ട്രോടോക്ക് ആപ്പ് ഒരു നല്ല ബ്രില്യൻ ബിസിനസ് ആണ്. അവരത് കറക്റ്റായിട്ട് ആ ബിസിനസ് ഐഡൻറ്റിഫൈ ചെയ്തു, അത് എക്സിക്യൂട്ട് ചെയ്തു, ആൻഡ് കോടികൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യൻസ് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ലോൺലിനെസ്സും നമ്മുടെ ആങ്സൈറ്റി മാറ്റേണ്ടത് ഫോണിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരു ആസ്ട്രോളജർ അല്ല, മറിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ ഹെൽത്ത് പ്രൊഫഷണൽസ്, ഒരു തെറാപ്പിസ്റ്റ്, ഇവരൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ലോൺലിനെസ് ഒക്കെ മാറണം, നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി വേണം. അപ്പോൾ നമ്മൾ ഈ തേടിക്കൊണ്ടിരിക്കുന്ന ഉത്തരം ഒരു ആസ്ട്രോളജർക്കല്ല നമുക്ക് കൊണ്ടുതരാൻ പറ്റുക, നമ്മൾക്കേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലേ. പിന്നെ നാളെ എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ ഇന്നില്ല, അത് വേറെ കാര്യം. അപ്പം ഒരു കണക്കിന് നാളെ എന്താണെന്ന് അറിയാത്തതല്ലേ നല്ലത്. ഇപ്പോൾ ഒരു ആപ്പിനും നമ്മളെ സെല് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബോധമുണ്ടെങ്കിൽ. അപ്പോൾ ഈ ബോധം ഉണ്ടാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആസ്ട്രോടോക്ക് ആപ്പ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ആ ആഡ്സ് കാണുമ്പോൾ എന്താണ് തോന്നിയിട്ടുള്ളത്? ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും പ്ലീസ്. എനിക്ക് തോന്നിയ കാര്യം തന്നെയാണോ നിങ്ങൾക്ക് തോന്നിയെന്ന് അറിയാനാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ.